ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വിവാദപരമായ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ അബ്ദുള്ള ഇട്ടൊരു പോസ്റ്റ്. അതായത് മമ്മൂക്ക ലാലേട്ടനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തോട് ക്ഷമ പറയണം എന്നുള്ളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു എത്ര മണ്ടത്തരമായൊരു പോസ്റ്റാണിത്. കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി, അതായത് മമ്മൂക്കയുടെ അറിവോട് കൂടിയാണ് ലാലേട്ടനെ ചെയ്തതെങ്കിൽ അത് മാപ്പ് പറയണമെന്ന് പറഞ്ഞത്. പക്ഷേ ഒരു സുഹൃത്തിന് വേണ്ടി, ഒരു രോഗത്തിലായിരിക്കുന്ന സുഹൃത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നത് ആ കൂട്ടുകാരനെ വിളിച്ചറിയിച്ച് അനുവാദം വാങ്ങിച്ചിട്ടാണോ? നമ്മൾ സാമാന്യം ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരിക്കലും ആരും അങ്ങനെ ചെയ്യില്ല. രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണത്. പല സുഹൃത്തുക്കളുണ്ട്, എനിക്കാണെങ്കിലും പല പറയുന്നുണ്ട്. മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസിൽ തന്നെയാണെങ്കിലും കത്തോലിക്കരുണ്ട്, യാക്കോബറ്റുകാരുണ്ട്, പൊന്തിക്കോസുകാരുണ്ട്, ഈ പറയുന്ന എല്ലാ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടവരും നമ്മുടെ സുഹൃത്തുക്കൾപ്പെട്ടവരുണ്ട്. എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരെല്ലാം അവരുടേതായ മതത്തിൽ അതിനനുസരിച്ച് ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കും. അതായത് രോഗത്തിൽ കിടക്കുന്ന എന്നെ വിളിച്ചറിയിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പത്രത്തിലൊരു വാർത്ത ചാനലുകാരെ വിളിച്ചു വരുത്തിയിട്ട്, അല്ലെങ്കിൽ പത്രത്തിൽ മറ്റേ നോട്ടീസ് അടിച്ചിട്ടായിരിക്കില്ല അത് ചെയ്യുന്നത്. രഹസ്യമായിട്ട് അവനവൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അത് നമുക്ക് സാമാന്യം ചിന്തിക്കാവുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അബ്ദുള്ള ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സുകുമാരി ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഇവന് അല്പം വിവരം അല്ലെങ്കിൽ ബോധം ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിയെങ്കിലും വിളിക്കാമായിരുന്നു, അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിയെങ്കിലും വിളിക്കാമായിരുന്നു പറഞ്ഞൊരു ഡയലോഗുണ്ട്. അബ്ദുള്ളയുടെ ഈ പോസ്റ്റ് കാണുമ്പോൾ എനിക്ക് സുകുമാരിയുടെ ആ ഡയലോഗ് തന്നെയാണ് ഓർമ്മ വരുന്നത്. കാരണം ഇത്രയും ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്ന മറ്റേ സമുദായികമായ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇടാൻ തയ്യാറാവുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ വാർത്താ ചാനലിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എന്തിനാണ് ഇത് ഇത്ര വിവാദപരമാക്കുന്നത്, എന്തിനാണ് അത് ചർച്ച ചെയ്ത് അത് കീറിമുറിച്ച് അത് പ്രശ്നമാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അമ്പലങ്ങളായാലും പള്ളികളായാലും ഇപ്പോൾ എവിടെയായാലും ഒരു പ്രാർത്ഥന വിഷയം ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ വഴിപാട് അറിയിപ്പിക്കുന്നത് വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ആരും ആരുടെയും പേരിൽ ചെയ്യുന്ന ഇതുപോലത്തെ ഉള്ള വഴിപാടുകൾ ഒരിക്കലും പോസ്റ്റ് ഇട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇടാറില്ല. എന്തുകൊണ്ട്? ഇത് ആര് ചെയ്തു, അല്ലെങ്കിൽ ആ ചെയ്ത വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ള കാര്യം ആരും ചിന്തിച്ചിട്ടില്ല. അതേക്കുറിച്ച് ആരും ചർച്ച ചെയ്ത് ഞാൻ കണ്ടില്ല. എന്തായിരുന്നാലും നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. എന്തായിരുന്നാലും നമ്മുടെ അബ്ദുള്ളയ്ക്ക് നല്ലൊരു ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം.